ഹലോ ഫ്രണ്ട്സ്, ചെമ്മനപ്പൂവിലെ നാളത്തെ വിശേഷത്തിൻ്റെ പ്രൊമോ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും ദേവും ലക്ഷ്മിയും എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തങ്ങൾക്ക് ഏർപ്പെട്ടതായിട്ടുള്ള വലിയ ഒരു ആഘാതം, അതായത് ശരത്ത് മുഖേന ഉണ്ടായിരുന്ന ആഘാതം താങ്ങാൻ പറ്റാത്തൊരു സ്റ്റേജിനിരിക്കുകയാണ്. അപ്പം അത് മാത്രമല്ലാതെ നമ്മുടെ ചന്ദ്രമതി ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ള അപമാനം, അതായത് നാട്ടുകാരെല്ലാം നോക്കി നിൽക്കുക, ഇവർ വളരെ അപമാനപ്പെട്ടൊരു സ്റ്റേജിലാണ് എത്തിയല്ലോ. മാത്രമല്ല ഇപ്പോൾ ഇനി ശരത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള രീതിയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശരത്ത് മാറി നിന്ന് തൻ്റെ റൂമിൽ നിന്ന് ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? കാരണം എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എൻ്റെ അളിയൻ്റെ കുടുംബക്കാർക്കും എല്ലാവർക്കും നാണക്കേട് ഉണ്ടാക്കി കൊടുത്തൊരവസ്ഥയാണ് ഞാൻ റെഡിയാക്കി കൊടുത്തത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചിട്ട് എനിക്ക് വന്നിട്ടുള്ള ഈ പ്രശ്നം, കാരണം ഞാൻ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ധരിച്ചില്ല. ഇനിയിപ്പോൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ പഠിക്കാൻ പറ്റത്തില്ല, എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല, ഒരു ജോലിക്ക് പോലും ചൊവ്വേന്നേരെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല, എല്ലാ രീതിയിലും കൊണ്ടും അപമാനപ്പെട്ട് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ശരത്ത് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ദേവു ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ദേവു ശരത്തിനെ കാണുന്നില്ല. അപ്പോൾ സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ നമ്മുടെ ശരത്തിനെ കാണുന്നില്ല, സച്ചിയേട്ടൻ എങ്ങനെയും വന്നൊന്ന് രക്ഷപ്പെടുത്തണം, എവിടെയെങ്കിലും പോയി കാണും, വല്ല ആത്മഹത്യ എന്തോലും ചെയ്യാൻ സാധ്യതയുണ്ട്, ചേട്ടാ നോക്കണം എന്ന് പറയും. അപ്പം 4 പേരും ചേർന്ന് പെട്ടെന്ന് ഓടി പോകുമ്പോഴത്തേക്ക് അടുത്തൊരു കെട്ടിടത്തിന് മേലെ ശരത്ത് നിൽക്കുവാണ്, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പം ശരത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും വന്നിട്ട് മോനെ താഴെ ഇറങ്ങി എങ്ങനെയും താഴെ ഇറങ്ങിയേ പറ്റൂ, നീ ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോഴത്തേക്ക് ശരത്ത് പറയും, ഇനിയില്ല, ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല, കാരണം ഞാൻ കാരണം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബക്കാർക്ക് എല്ലാവർക്കും ഓരോ പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്ക് ലക്ഷ്മി പറയും, ഇല്ല മോനെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളത് സഹിച്ചോളാം, കുഴപ്പമില്ല, എന്ത് വന്നാലും ആരെന്നാ പറഞ്ഞാലും ഞങ്ങളത് സഹിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ലമ്മ ഞാൻ ഇനി അമ്മ എന്നല്ല ആര് പറഞ്ഞാലും ഞാൻ കേൾക്കുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, എടാ നീ എന്താ അവിവേകം കാണിക്കും, നീ ഇറങ്ങിക്കോ അങ്ങോട്ട്, കാരണം അവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല, ഇപ്പം നിൻ്റെ ആത്മഹത്യ എല്ലാത്തിനും ഒരു പരിഹാരമാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുവാണ് മോനെ ഞങ്ങളെല്ലാം ക്ഷമിച്ചല്ലോ, ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട്, കാരണം ആരൊക്കെ നിന്നെ തള്ളിയെന്ന് പറഞ്ഞാൽ ആരൊക്കെ നിന്നെ വേണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞാലും നിനക്ക് എന്നാ അപമാനം ഉണ്ടായെന്ന് പറഞ്ഞാൽ നിനക്ക് എന്നാ കേസെന്ന് പറഞ്ഞാൽ ഞങ്ങളത് കൈകാര്യം ചെയ്തോളാം, നീ അതിലൊന്നും പേടിക്കേണ്ട, നീ ഇറങ്ങു മോനെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശരത്ത് പറയും, ഇല്ല ചേച്ചി, കാരണം ഞാൻ കാരണം കൊണ്ട് ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിനും ഇപ്പോൾ ചേച്ചിയുടെ കുടുംബത്തിലും പോയി കയറാൻ പറ്റാത്തൊരു സാഹചര്യം നിൽക്കുവാണ്, അതുകൊണ്ട് ഇനി ജീവിച്ചിരിക്കത്തില്ല ചേച്ചി എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് സച്ചി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് ചെന്ന് ശരത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ശരത്ത് പറയും, സച്ചിയേട്ടൻ മാറ്, ഇനി വേണ്ട, ഞാൻ കാരണം കൊണ്ട് ഇനിയും നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാകും, ഞാൻ കാരണം കൊണ്ട് സച്ചിയേട്ടൻ്റെ കുടുംബത്തിനും രേവതി ചേച്ചിക്ക് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ലടാ നീ ഇപ്പോൾ എന്താ കാണിക്കുന്നത്, നീ ഇങ്ങോട്ട് ഇറങ്ങിക്കേ, കാരണം നീ ഇപ്പോൾ ഇവിടെ നിന്ന് ചാടിച്ചാകാൻ ശ്രമിക്കുന്ന ആ ഒരു ശ്രമത്തിൽ താഴെ വീണിട്ട് മരിക്കുന്നില്ല അല്ലെങ്കിൽ ചാകുന്നില്ല, ആ സമയത്ത് നിനക്ക് എന്നെ പറ്റിപ്പോകുന്നത്, കാരണം കയ്യും കാലം ഒടിഞ്ഞ് വല്ല ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പിന്നെ ഏന്തി വലിഞ്ഞ് നിന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റുമോ, അപ്പോഴും പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് നിനക്ക് എതിരെ കള്ളക്കേസിന് നിനക്കെതിരെ നിന്നെ കൊണ്ടുപോകും, അതുകൊണ്ട് എങ്ങനെ വന്നു കഴിഞ്ഞാലും നിനക്ക് പിന്നെയും ഇതിനെക്കാട്ടും ദുരിതം അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ട് നീ ഇറങ്ങുമെന്ന് പറയുമ്പോഴത്തേക്ക് ശരത്ത് അങ്ങനെ നിന്ന് ചിന്തിക്കുന്നുണ്ട്, ശരിയായിരിക്കും എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് സച്ചിക്കരെ കൈ പിടിച്ചിട്ട് മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ശരത്തിനെ രക്ഷപ്പെടുത്തുന്ന ഒരു സീനാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചെമ്മനപ്പൂവിൻ്റെ നാളത്തെ പ്രൊമോ വീഡിയോയിലൊക്കെ കാണുന്നത്. അതിനാൽ ഇനിയും കൂടുതൽ നല്ല വീഡിയോ ഇടാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരുടെ സപ്പോർട്ടിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കൂടുതലായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഇന്നത്തെ വിശേഷം നിന്ന് സൈനിങ് ഓഫ് ഇവിടെ പറയുന്നു.